ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി ദർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആലോചനാ യോഗം ചേർന്നു. ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി ദർപ്പണത്തിനോടനുബന്ധിച്ച് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആലോചനാ യോഗം ചേർന്നു. വൃന്ദാവനം ഗസ്റ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ ഭക്തജനങ്ങൾക്ക് സുഗമവും സുരക്ഷിതവുമായി ബലിതർപ്പണം നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളെക്കുറിച്ച് വിലയിരുത്തി. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ വകുപ്പ് തലങ്ങളിലേക്കും മുൻകൂട്ടി അപേക്ഷകൾ തയ്യാറാക്കി അയച്ചിരുന്നു. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായ രീതിയിൽ ബലിതർപ്പണം നടത്തുകയും തുടർന്ന് ക്ഷേത്ര ദർശനവും നടത്തി മഴ നനയാതെ തിരിച്ചു പോകുന്നതിലേക്ക് വേണ്ടിയിട്ട് ഉദ്ദേശം 25,000 സ്ക്വയർ ഫീറ്റ് അളവിലുള്ള പന്തലുകൾ ക്ഷേത്രക്കടവിലും ക്ഷേത്ര പരിസരത്തുമായിട്ട് ഏതാണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച് വരികയാണ്. പാർക്കിങ്ങിന് വേണ്ടിയിട്ട് 6 പാർക്കിംഗ് ഗ്രൗണ്ടുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ക്യൂ സംവിധാനത്തിന് വേണ്ടിയിട്ട് ബാരിക്കേഡുകൾ കെട്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ സ്ഥിരം സെക്യൂരിറ്റി കൂടാതെ പ്രൈവറ്റ് സെക്യൂരിറ്റി വാൻഗാർഡ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് 70ഓളം പ്രൈവറ്റ് സെക്യൂരിറ്റിയെ നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കൂടാതെ വോളണ്ടിയേഴ്സിൻ്റെ സേവനങ്ങളും ഉണ്ടാകും. ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും സൗജന്യമായിട്ട് പ്രഭാത ഭക്ഷണം, അത് കൂടാതെ അത് തീരുന്ന മറയ്ക്ക് ഉച്ചഭക്ഷണവും നൽകി സൗജന്യമായി നൽകുന്നതിന് ട്രസ്റ്റ് ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. 6,35,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒരേ സമയം 1000 പേർക്ക് ബലിതർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യം കടവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 11 അർദ്ധരാത്രിയിൽ തുടങ്ങി 12 ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സമാപനം. മൂവാറ്റുപുഴ RDO, പെരുമ്പാവൂർ തഹസിൽദാർ, ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് VH ഹരിദാസ്, സെക്രട്ടറി C ഹരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് സുരക്ഷാ സംവിധാനം, ഗതാഗത നിയന്ത്രണം, ആരോഗ്യ സേവനങ്ങൾ, പോലീസ്, അഗ്നിരക്ഷാ സംവിധാനങ്ങൾ, സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, KSRTC സ്പെഷ്യൽ സർവീസ് എന്നിങ്ങനെ വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ ശക്തിപ്പെടുത്തുവാനും യോഗം തീരുമാനിച്ചു. പോലീസും അതുപോലെ എക്സൈസും മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നിങ്ങളാൽ കഴിയുന്ന, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നമ്മുടെ പത്ര മാധ്യമ സുഹൃത്തുക്കളും നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ഈ ലഹരിക്കെതിരെ ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തൂഫാനുമായിട്ട് ബന്ധപ്പെട്ട നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ അമ്പലത്തിൻ്റെ ഭാരവാഹികളടക്കമുള്ള മുഴുവൻ ആളുകളുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് അവർക്ക് വേണ്ടിയും കൂടെ ഞാൻ പറയുകയാണ്. സ്കൂബ ടീമിൻ്റെ സേവനം ഉണ്ടാകും. മുഴുവൻ സമയം ഉണ്ടാകും. ചില ദിവസം രാത്രി 9 മണി തുടങ്ങിയ പിറ്റേ ദിവസം ബാഹുബലി അവസാനിക്കുന്നവരെ ഉണ്ടാവും. ഒപ്പം തന്നെ ഒരു 30 അംഗ സിവിൽ ഡിഫൻസ് അംഗങ്ങളുണ്ടാവും. സന്നദ്ധ സേന. അവർ ഈ ബലിയിടാൻ വരുന്നവർ മിക്കവാറും കുറേ പേരൊക്കെ തളർന്നു വീഴാറുണ്ട്. അവരെ ആംബുലൻസിൽ കയറ്റാനും അവർക്ക് മാർഗ്ഗനിർദ്ദേശം നൽകാനും കടവിൽ അവരെ ഒക്കെ നിർദ്ദേശം നൽകാനൊക്കെ ആയിട്ട് സേനാംഗങ്ങളും സിവിൽ സേനാംഗങ്ങളും ഉണ്ടാവും. ഇത്രയാണ് എല്ലാ വർഷവും ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും സഹകരണം ഉണ്ടാവും. നമ്മുടെ 1 വേ വയലേറ്റ് ചെയ്ത് കയറുന്നത് പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കി തരാം. 1 വേ നിർബന്ധമായിട്ടും 1 വേ പാലിച്ച് തന്നെ പോകും. അതിന് യാതൊരു തർക്കം വേണ്ട. ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യാം. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ടൈറ്റ് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം ഈ വല്ലം ജംഗ്ഷനാണ്. ആ വല്ലം കവലയിൽ കൂടുതൽ ആൾക്കാർ നമ്മളുണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് അതുപോലെ തന്നെ 100 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്ന രീതിയിലുള്ളൊരു സ്കീം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സംവിധാനം. പിന്നെ സിവിൽ ഡിഫൻസുകാരെയും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ സിവിൽ ഡിഫൻസുകാരെയും അവരും നമ്മളെ ഈ കാര്യത്തിൽ സഹായിക്കാനുണ്ടാകും. പിന്നെ പ്രൈവറ്റ് ആരെയും അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നും. അപ്പോൾ എന്തായാലും നമുക്ക് ട്രാഫിക്കിൽ പ്രയാസം വരാത്ത രീതിയിൽ നമ്മൾ ക്രമീകരിക്കാം. അത് അഡ്വാൻസ് ആയിട്ട് തന്നെ അറിയിക്കാം. അതുപോലെ തന്നെ പ്രസ് കോൺഫറൻസ് വഴിയും ഈ പറയുന്ന 1 വേ ട്രാഫിക് സിസ്റ്റം പബ്ലിക്കിനെ അറിയിക്കാനുള്ള സംവിധാനം നമുക്ക് ചെയ്യാം. നമുക്ക് കലാമറ്റ് മൂലമുണ്ടാകുന്ന വൈദ്യുതി തടസ്സം ഒഴികെ സെക്ഷൻ്റെ ഭാഗത്തിന് പരിപൂർണമായ പിന്തുണ ആദ്യമായി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിലവിലുള്ള സംവിധാനം അനുസരിച്ച് നമ്മുടെ കാലാവസ്ഥ വളരെ പ്രതികൂലമായ രീതിയിലേക്കാണ് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിന്നൊക്കെ അറിയിപ്പ് വന്നത്, നിങ്ങൾക്കറിയാം. ആ രീതിയിലുള്ള ഒരു തടസ്സവും ഒരു വൈദ്യുതിയുടെ ലഭ്യതക്കുറവ് ആണ് നമുക്ക് ഉണ്ടാകുകയുള്ളൂ. അല്ലാത്ത രീതിയിലുള്ള ഒരു നിതാന്ത ജാഗ്രത ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. അതിനുള്ള ഒരു
വിങ്ങിനെ തന്നെ വിന്യസിക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും KCB ഒക്കൽ സെക്ഷൻ്റെ ഭാഗത്ത് നിന്ന് നടത്തിയിട്ടുണ്ട് എന്ന് ഈ യോഗത്തിൽ അറിയിക്കുകയാണ്. ഇത്തവണത്തെ കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നടന്നുവരുന്നുവെന്ന് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. വിവിധ വകുപ്പുകളുടെ പ്രതിനിധികളും ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് അംഗം അഹല്യ സദാനന്ദൻ, വാർഡ് മെമ്പർമാർ, വൈസ് പ്രസിഡന്റ് TR ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി ശ്രുതിൻ ചന്ദ്രൻ, ട്രസ്റ്റ് ഭരണസമിതി അംഗങ്ങൾ, അഡ്മിനിസ്ട്രേറ്റർ, ദേവസ്വം മാനേജർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഹരിതകർമ്മ സേനയുടെ സേവനം അനുവദിച്ചു തരും. അതോടൊപ്പം തന്നെ നമുക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആംബുലൻസിൻ്റെ സേവനം ഉണ്ടാവും, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സേവനം ഉണ്ടാവും. ഈ 2 സേവനങ്ങളും ഉണ്ടാകുമെന്ന അവസരത്തെ അറിയിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മതി, ചെയ്തു തരാം. ന്യൂസ് ബ്യൂറോ, ഒക്കൽ.